ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പുതിനയെയാണ്. പുതിന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. വിദേശിയാണ്. പെപ്പർമിൻ്റ് എന്ന് പറയും, സ്പിയർമിൻ്റ് എന്ന് പറയും. സുഗന്ധമുള്ള സസ്യമാണ്. ഹാങ്ങിങ് ആയിട്ട് വളർത്താം. ഔഷധ സസ്യമാണ്. യൂറോപ്പ്, അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ എല്ലാ രാജ്യങ്ങളിലും ഇത് അധികമായിട്ട് കണ്ടുവരുന്നു. ആയുർവേദത്തിലെല്ലാം മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നു. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. മുഖക്കുരുവിനെ അകറ്റുന്നു. അതായത് ചർമ്മത്തിനും എല്ലാം നല്ലതാണ്. ദഹനത്തിന്, ചർമ്മത്തിന്. പിന്നെ വൈറ്റമിൻ എ, സി, ബി കോംപ്ലക്സ് എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. ധാതുക്കൾ ഇരുമ്പ്, പൊട്ടാസ്യം, മാംഗനീസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. പോഷക സമൃദ്ധമാണ്. ആൻറ്റി ഓക്സിഡൻ്റാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. കോശത്തെ പുഷ്ടിപ്പെടുത്തുന്നതിനും വീക്കത്തെ അകറ്റുന്നതിനും ഉപയോഗിക്കുന്നു. തലച്ചോറിൻ്റെ പ്രവർത്തനവും ഓർമ്മശക്തിയും മെച്ചപ്പെടുത്തുന്നു. ദഹനത്തിന് നല്ലതാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ, പൊറോട്ട, ബിരിയാണി ചിലതിൻ്റെയൊക്കെ ഒപ്പം ചട്നിയായിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ദഹനത്തിന് നല്ലതാണ്. ശ്വസനം പുതുക്കുന്നു. ശ്വാസത്തിനും നമ്മളിടയ്ക്ക് വായിലിട്ട് ഇങ്ങനെ ചവക്കുന്നത് എല്ലാം നല്ലതാണ്. എന്ന് വെച്ച് അധികമാകരുത് ഒന്നും. ചില അസുഖങ്ങൾക്ക് ഇത് നല്ലതല്ല. അത് ഞാൻ പിന്നീട് പറയാട്ടോ, ഏതൊക്കെ അസുഖത്തിനാണ് പറ്റാത്തതെന്ന്. പക്ഷെ കുറച്ചൊക്കെ ആഹാരത്തിൽ പെടുത്താം. അധികമാകരുതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ആൻറ്റി ഇൻഫ്ലമേറ്ററി, തണുപ്പിക്കൽ ഗുണങ്ങൾ മുതലായവയ്ക്കായി ഉപയോഗിക്കുന്നു. വൈറ്റമിനുകളും ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമാണ്. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. മുഖക്കുരുവിനെ അകറ്റുന്നു ധാരാളം. അതിൽ വൈറ്റമിൻസ് ധാരാളമുണ്ട്. അത് എ, സി, ബി കോംപ്ലക്സ് ഇവ പെടുന്നു. ധാതുക്കൾ അയേൺ, പൊട്ടാസ്യം, മാംഗനീസ് എന്നിവയും അടങ്ങിയിരിക്കുന്നു. അങ്ങനെ പോഷക സമൃദ്ധവുമാണ്. ആൻറ്റി ഓക്സിഡൻ്റാണ്. ഇതിനെപ്പറ്റി ശരീരം പുഷ്ടിപ്പെടുത്തുന്നു, വീക്കത്തെ അകറ്റുന്നു, തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ നന്നാക്കുന്നു. അതായത് ഓർമ്മശക്തി കൂടുന്നു. തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ നന്നാക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഓർമ്മശക്തി കൂടുന്നു. ഭാരം നിയന്ത്രിക്കുന്നു. പിന്നെ ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം? പുതിന ചായയായിട്ട് ഉപയോഗിക്കാം. നേർപ്പിച്ച എണ്ണയോ പേസ്റ്റോ ആയി ചർമ്മ സംരക്ഷണത്തിന് ഉപയോഗിക്കാവുന്നതാണ്. കണ്ടമാനോ അരച്ച് പൊത്തുകയൊന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ പല വിധത്തിൽ ഇത് ഉപയോഗിക്കാം. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്. ഇപ്പോൾ തുളസി, പനിക്കൂർക്ക അങ്ങനെയുള്ളതുപോലെ തന്നെയാണ് ഈ ഒരു ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്ന, ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ ചട്ടിയിലും ഒക്കെ വളർത്താം. ഈർപ്പം നല്ലപോലെ വേണം. ഈ പുതിനയുടെ ശാസ്ത്രീയ നാമം മെന്തസ് പിക്കേറ്റ. പുതിന ഗാർഡൻ. പുതിന നമ്മുടെ വീട്ടിൽ നിന്നാൽ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും. അത് വേറൊരു സ്മെല്ലാണ്. എല്ലാത്തിൻ്റെയും സ്മെല്ല് വരുമ്പോൾ ഇപ്പം എൻ്റെ ഇവിടെ മരമുല്ല പൂത്ത് നിൽക്കുന്ന സമയമാണ്. എന്ത് സ്മെല്ലാണെന്നറിയോ? അത് വേറൊരു ഫ്ലോറിങ് പ്ലാന്റ്. ഇതിൻ്റെ ഇലയൊക്കെ കാണാനും നല്ല ഭംഗിയൊക്കെയാണ് കേട്ടോ പുതിനയുടെ. പക്ഷെ അതുമായിട്ട് തെറ്റിദ്ധരിക്കണ വേറൊരു ചെടിയുണ്ട്. അതിന് ഹാങ്ങിങ് പ്ലാന്റ്, ചിലവരതിന് പുതിനയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അല്ല, പുതിന നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇതിൻ്റെ ഫോട്ടോ എടുത്തേക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ടോ?
പുതിനയുടെ ഇല എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. കൂടാതെ പുതിന മൗത്ത് വാഷ്, ചൂയിങ്കം, ടൂത്ത് പേസ്റ്റ് കേട്ടിട്ടില്ലേ? പുതിനയ്ക്ക് വേറൊരു പേര് എന്തോ പറയുമെന്ന് തോന്നുന്നു, പച്ചത്തേമ്പ്രാന്ന എന്തോ ഒരു പേര് കൂടെ പറയാറുണ്ട്. ഹെർബൽ ടീ, ഇതിനെല്ലാം പുതിന ഉപയോഗിക്കുന്നുണ്ട്. പൊറോട്ട, ബിരിയാണി, ചാട്ട് ഇതിനൊക്കെ സൈഡ് ഡിഷായിട്ട്, ചട്നിയായിട്ട് എല്ലാം ഉപയോഗിക്കുന്നു. എന്ന് വെച്ച് ഇത് എല്ലാവരും, ചിലരെല്ലാം ശ്രദ്ധിക്കണം എന്ന് പറയില്ലേ, ചില ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ നല്ലതാണെന്ന് വെച്ച് കുറേയൊന്നും കഴിക്കരുത്. ചിലവർ അതെങ്ങനത്തെവരാന്ന് വെച്ചാൽ വൃക്കരോഗം, കരൾ രോഗം അങ്ങനെയൊക്കെയുള്ളവർ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ചമ്മന്തിയൊന്നും അരച്ച് കണ്ടമാനമൊന്നും എടുത്ത് കഴിക്കരുത്. ഹെർണിയ ഒക്കെ ഉള്ളവർക്ക് ഇത് ദോഷം ചെയ്യുന്നതാണ് പറയുന്നത്. അത് ഏത് ഭക്ഷണത്തിനും ചിലർ ദോഷഫലങ്ങളും ഉണ്ട് കേട്ടോ. ചിലവർക്കൊന്നും പറ്റില്ല, ചിലതൊന്നും ശരീരത്തിലെ വിഷാംശം നീക്കുന്നു. അത് മിക്കതിനും അതെ അല്ലേ. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു, പ്രമേഹം കുറയ്ക്കുന്നു, എല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ പ്രകൃതിയിലുള്ള എല്ലാ സസ്യങ്ങളും അല്ല, ഔഷധ സസ്യങ്ങളും നമുക്കറിയാവുന്നത്, അതെല്ലാം നമുക്ക് എന്തൊക്കെയാ പ്രമേഹം കുറയ്ക്കുന്നു, ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു, മുടിക്ക് നല്ലത്, അങ്ങനെയെല്ലാം പറയാറുണ്ട്. ചർമ്മത്തിന് നല്ലത് പറയാറുണ്ടെന്നല്ല, നമ്മളതൊന്നും അറിവില്ലായ്മ കൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ്. എന്ന് വെച്ച് നിങ്ങൾ ആരോടെങ്കിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പുതിന തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുക. എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടല്ല, അതിന് നല്ല സ്മെല്ലാണ് കേട്ടോ. വായിലിട്ടൊക്കെ ചവക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. പക്ഷെ അതെങ്ങനെ ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്? നിങ്ങളത് ശരിക്കും മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒന്നിൽ ടീ ആയിട്ടൊക്കെ ഉപയോഗിക്കാമല്ലോ, ഒരു ചായ കുടിക്കണതിനൊന്നും കുഴപ്പമില്ല. ചമ്മന്തി അരച്ച് കഴിക്കാം, അതിനും കുഴപ്പമില്ല. ചമ്മന്തി അരക്കണത് പല വിധത്തിലാണല്ലോ എല്ലാവരും ചട്നി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾ പഠിക്കുക. കുപ്പുകൈയോടെ ലക്ഷ്മി ശിവ്.